നമസ്തേ. നമ്മളിന്ന് സാമ്പാർ പൊടി ഉണ്ടാക്കാണ്. നമ്മൾ പുറത്തുനിന്ന് സാമ്പാർ പൊടിയൊക്കെ വാങ്ങിയിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് കേൾക്കാൻ പറ്റും അതിലെന്തൊക്കെയോ പ്രിസർവേറ്റീവ്സോ എന്തൊക്കെയോ അടങ്ങിയിട്ടുണ്ട്, മായം ചേർത്തിട്ടുണ്ട്. അപ്പൊ നമുക്കൊരു പേടിയല്ല. അപ്പൊ നമുക്ക് ലളിതമായിട്ട് തന്നെ സാമ്പാർ പൊടി വീട്ടിൽ ഉണ്ടാക്കാം. എളുപ്പമാണ് കേട്ടോ. അപ്പൊ അതിന് വേണ്ട സാധനങ്ങളാണ് കുറച്ച് മല്ലി, പിന്നെ കുറച്ച് പരിപ്പ്, തുവരപ്പരിപ്പാണ്. ഇനി ഇത്തിരി ജീരകത്തിന്റെ അളവൊക്കെ വളരെ കുറച്ച് മതി കേട്ടോ. കുറച്ച് ഉലുവ, കുറച്ച് കരിവേപ്പില, പിന്നെ വറ്റൽമുളക്, മഞ്ഞൾപ്പൊടി, പിന്നെ ഇത് കായമാണ്. കായം പിന്നെ എണ്ണയിലിട്ടിട്ട് അപ്പൊ പൊടിയും അത്. കുറച്ച് കുരുമുളക്. എന്തൊക്കെ ഉണ്ട്? മല്ലി, തുവരപ്പരിപ്പ്, കായം, ജീരകം, ഉലുവ, കരുവേപ്പില, വറ്റൽമുളക്, മഞ്ഞൾപ്പൊടി, കായം, കുരുമുളക്. അപ്പൊ ഇത്രയും സാധനങ്ങളാണ് ഇതിന് വേണ്ടത്. ഇത് നമ്മള് ഒരു അടി കനമുള്ള ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് അത് നന്നായിട്ട് നമ്മളത് വറുത്തെടുക്കണം. ഓക്കെ. ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ ഈ ചേരുവകള് ഇവിടെ ഇട്ടിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് വറുത്തെടുത്തു. ഇപ്പൊ കണ്ടോ, നന്നായി മൂത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാം. ഇതിനെ നമ്മളൊരു ഇതുണ്ട്, നന്നായി മൂത്തിട്ടുണ്ട്. സ്റ്റവ് നമ്മള് ഓഫാക്കി ഇനി നമ്മൾക്ക് ഇതിനെ ചെയ്യാം, ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇടണം. മിക്സിയുടെ ജാറിലേക്ക് ഇട്ടതിന് ശേഷം നമുക്കത് നന്നായിട്ട് പൊടിച്ചെടുക്കണം. അപ്പൊ നമ്മളതൊരു നമ്മളൊരു മിക്സിയുടെ ജാറിലേക്ക് ഇടുകയാണ്. ഒരു ഇളം ചൂടുള്ളപ്പോ തന്നെ പൊടിച്ചെടുക്കായിരിക്കും നല്ലത്. നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് ഇത് മുഴുവൻ ഇട്ടിട്ടുണ്ട്. എന്നിട്ട് നമ്മളിത് നന്നായിട്ട് അടയ്ക്കുക. അടച്ചതിന് ശേഷം നമ്മള് നല്ല ടൈറ്റായിട്ട് അടയ്ക്കണം, അല്ലെങ്കിൽ ചിലപ്പോൾ തെറിച്ചു പോകും. ഇത് നമ്മളതൊന്ന് പൊടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മളിത് പൊടിച്ചെടുക്കുകയാണ്. നോബൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്ത് നമ്മളിങ്ങനെ ഓരോ സ്പീഡ് കൂട്ടിയിട്ട് നമ്മള് ഇത് പൊടിച്ചെടുത്തു. അപ്പോൾ നമ്മുടെ സാമ്പാർ പൊടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്നു നോക്കാം. കണ്ടോ, നല്ല സൂപ്പർ സാമ്പാർ പൊടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് എന്ത് ചെയ്യാൻ അറിയാം, നല്ല മല്ലി വറുത്തതിന്റെയും ഉലുവയുടെയും ജീരകത്തിന്റെയും പിന്നെ അങ്ങനെയുള്ള കായം നമ്മളിതിൽ ചേർത്ത കാര്യങ്ങൾ അതിന്റെയൊക്കെ നല്ലൊരു ഫ്ലേവർ, നല്ലൊരു മണം, സൗരഭ്യം നല്ല വരുന്നുണ്ട്, സുഗന്ധം വരുന്നുണ്ട്. നല്ല അടിപൊളി സാമ്പാർ പൊടി. ഇത് നമുക്ക് ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറിൽ ചെറിയ ഒരു ഡപ്പയിലോ കേക്കിട്ടെടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കത് ആവശ്യാനുസരണം ഉപയോഗിക്കാം. അപ്പൊ കുറച്ചിങ്ങനെ പൊടിച്ചു വെച്ചാൽ മതി, അത് നല്ലതായിരിക്കും. നമുക്ക് നല്ല സാമ്പാർ പൊടി നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കാം. നമ്മളെന്തിനാ വെറുതെ കടയിൽ നിന്നൊക്കെ വാങ്ങി നമ്മളെ ആരോഗ്യം കളയണേ. പിന്നെയാണ് നമ്മൾ കേൾക്കുക അതിൽ ലഡ് ഉണ്ടായിരുന്നു, അതിൽ വേറെ എന്തൊക്കെ ഉണ്ടായിരുന്നു, പ്രിസർവേറ്റീവ്സ് ഉണ്ടായിരുന്നു എന്നൊക്കെ. നമ്മൾ നമ്മുടെ ആരോഗ്യം നശിപ്പിച്ച് കളയണ്ടല്ലോ. നമുക്ക് തന്നെ വിശ്വസിച്ചിട്ട് നന്നായിട്ട് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ സാമ്പാർ പൊടി ഇതവിടെ റെഡി ആയിട്ടുണ്ട്. നോക്കൂ, നന്നായി പൊടിഞ്ഞിട്ടുണ്ട്, ഉഷാറായിട്ടുണ്ട്. ഓക്കെ, അങ്ങനെ ഉണ്ടാക്കിയിട്ട് സാമ്പാർ ഉണ്ടാക്കി നോക്കൂ എല്ലാവരും.